നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന പുരോഗതിയാണ് യഥാർത്ഥ വികസനമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ സർക്കാരിന്റെ പുരസ്കാരം നേടിയ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന് അനുമോദനം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഈ വർഷം മുതൽ. ഫാം മെഷീനറി, GST അസിസ്റ്റന്റ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സ്കിൽ സർട്ടിഫിക്കറ്റ്. വേടൻ വിഷയത്തിൽ സർക്കാർ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമെന്ന് RYF കോട്ടയത്ത് ജില്ലാ കൺവെൻഷൻ. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ ഇനിയും പലതും പഠിക്കാനുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി. പാലായിൽ കുട്ടികൾക്കായി ക്യാമ്പും ശില്പശാലയും. വാർത്തകൾ വിശദമായി. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് PMAY ഗുണഭോക്തൃ സംഗമവും രണ്ടാം ഗഡു വിതരണവും ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹന വിതരണവും നടത്തി. മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനക്ഷേമ പദ്ധതികളുടെ ഭാഗമായുള്ള PMAY ഗുണഭോക്തൃ സംഗമവും രണ്ടാം ഗഡു വിതരണവും പാമ്പാടിയിൽ നടന്നു. യഥാർത്ഥ വികസനം എന്നത് പശ്ചാത്തല വികസനം മാത്രമല്ല, മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയാണെന്ന് ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്ത് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. വികസനം എന്ന് പറയുന്നത് റോഡും തോടും പാലും കരുകുമെല്ലാം മാത്രമല്ല, അത് പശ്ചാത്തല വികസനമാണ്. യഥാർത്ഥ വികസനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി. ഇന്നലെ വരെ ഉടുക്കാൻ വസ്ത്രമില്ലാത്തവർക്ക്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർക്ക്, കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക്, ദാഹജലമില്ലാത്തവർക്ക് ദാഹജലം ലഭിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് വികസനം അതിന്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലെത്തുന്നത്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്ര വാഹന വിതരണവും മന്ത്രി നിർവഹിച്ചു. ബ്ലോക്കിലെ അർഹതപ്പെട്ട 5 വ്യക്തികൾക്കാണ് വാഹനം വിതരണം ചെയ്തത്. ഇതോടൊപ്പം സംസ്ഥാന തലത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ വിവരവിജ്ഞാന മാതൃകാ പ്രവർത്തനത്തിന് പ്രത്യേക പുരസ്കാരം നേടിയ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിനെ അനുമോദിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് അധ്യക്ഷയായി. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു അനിൽകുമാർ, അഡ്വക്കേറ്റ് EM ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CM മാത്യു, പ്രേമ ബിജു, മറിയാമ്മ എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം മുതൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. പഠനത്തോടൊപ്പം ജോലി സാധ്യതയുള്ള കോഴ്സുകളായ ഫാം മെഷീനറി ടെക്നീഷ്യൻ, GST അസിസ്റ്റന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 15 മുതൽ 23 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്നതാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ. ഇതിന്റെ ഭാഗമായി പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഈ വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്റ്റാർസ് പദ്ധതി പ്രകാരം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നത്. 15 മുതൽ 23 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യമാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനുള്ളത്. ഫാം മെഷീനറി ടെക്നീഷ്യൻ, GST അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ചിട്ടുള്ളത്. 1 വർഷ കാലാവധിയുള്ള കോഴ്സുകൾക്ക് SSLC ആണ് യോഗ്യത. ശനിയും ഞായറും മറ്റ് അവധി ദിവസങ്ങളിലും മാത്രമാണ് ക്ലാസുകളുള്ളത്. കാർഷിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, അവയുടെ പരിപാലനം എന്നിവ ലഭിച്ച ടെക്നീഷ്യന്മാർ കേരളത്തിൽ പൊതുവെ കുറവായതിനാൽ ഈ കോഴ്സ് പഠിച്ചിറക്കുന്നവർക്ക് തൊഴിൽ സാധ്യതയും ഏറെയാണ്. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളി MLAയുമായ ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. 15 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള ആൾ ഈ കോഴ്സ് പഠിക്കാൻ ശ്രമിക്കും. ക്യാമ്പസിൽ മാത്രമല്ല, അല്ലാതെയും പഠിക്കാനുള്ള സന്ദർഭം. ഇത് സംസ്ഥാനത്താകെ അനുവദിച്ചിരിക്കുന്ന കോഴ്സുകൾ ഏകദേശം 210 സ്കൂളുകളിലും വ്യത്യസ്തമായ കോഴ്സുകളാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫാം മെഷീനറി ടെക്നീഷ്യൻ, പിന്നുള്ളത് GST അസിസ്റ്റന്റ്, ഇപ്പോഴത്തെ നമ്മുടെ സേഫ് ടാക്സുമായി ബന്ധപ്പെട്ട്
ഈ രണ്ട് മേഖലയിലുള്ള കോഴ്സുകളാണ് നമുക്ക് അനുവദിച്ചത്. കോഴ്സുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 8593830200 9747298517 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വേടന്റെ വിഷയത്തിൽ സർക്കാർ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമെന്ന് RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ. കോട്ടയത്ത് RYF ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ CPIM ഭയപ്പെട്ടതുകൊണ്ടാണ് ഒഴിവാക്കിയ വേദിയിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയതെന്ന് RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ. സംഗീതത്തിലൂടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയം പറയുന്നതും വേടന്റെ ആശയങ്ങളോട് യുവാക്കൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടുന്നതും ഇടതുപക്ഷത്തെ അങ്കിലാപ്പിലാക്കി. ഇതിന്റെ ഭാഗമായാണ് വേടനെ തുറങ്കിലടച്ചത്. എന്നാൽ വ്യാജകേസുമായി പിണറായി സർക്കാർ കോടതിയിൽ ഇളിഭരായെന്നും അദ്ദേഹം പറഞ്ഞു. RYF കോട്ടയം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉല്ലാസ് കോവൂർ. RYF ജില്ലാ പ്രസിഡന്റ് അഖിൽ കുര്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ജില്ലാ സെക്രട്ടറി ടിംസ് തോമസ്, RSP ജില്ലാ സെക്രട്ടറി TC അരുൺ, ദേവസ്വം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മനു നമ്പൂതിരി, കിരൺ നായർ, സിബി ബേബി, സജി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ പലതും പഠിക്കാനുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി. പാലം 2025 എന്ന കുട്ടികളുടെ ക്യാമ്പിൽ പങ്കെടുത്ത് നാടകം അവതരിപ്പിച്ച് ഏവർക്കും അത്ഭുതമായി ദയാബായി. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ ഇനിയും പലതും പഠിച്ചെടുക്കാനുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി. പാലയിലെ പാലം 2025 എന്ന കുട്ടികളുടെ ക്യാമ്പിൽ പങ്കെടുത്ത് കാസർഗോഡിന്റെ അമ്മ എന്ന നാടകം അവതരിപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു അവർ. എൻഡോസൾഫാൻ മക്കൾക്ക് മുന്നിൽ കേരളത്തിന്റെ കണ്ണീര് വറ്റിയോ എന്ന് കാസർഗോഡിന്റെ അമ്മ എന്ന നാടകം അവതരിപ്പിച്ച് അവർ ചോദിച്ചു. കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദയാബായി ശില്പശാല നടത്തി. കുട്ടികളുടെ നാടകവേദി പ്രവർത്തകൻ ബാബു കുരുവിള നാടക കളരി നയിച്ചു. ചിത്രകാരി ഉഷ കെബിയും ഷെവി ബാലകൃഷ്ണനും കളിമൺ ശില്പശാല നയിച്ചു. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി പാല മുനിസിപ്പൽ ലൈബ്രറിയിൽ നടന്നു വന്ന ക്യാമ്പ് ഇന്ന് സമാപിച്ചു. ഇന്ന് വൈകിട്ട് താലാറ്റും താരാട്ടും എന്ന സംഗീത നിശയും അരങ്ങേറി. രവി പുലന്നൂർ, എബി എമ്മാനുവൽ, എലിക്കുളം ജയകുമാർ, SS ലക്ഷ്മി, ജയേഷ്, കിരൺ രഘു, ബിജോയ് മണ്ണർകാട്, ലക്ഷ്മി ശശിധരൻ, ജിനു ചിമ്പിളാവ്, അഖില KS, നന്ദന രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥാനം ഏൽക്കുന്നതിന് മുൻപ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് നേതാക്കൾ മടങ്ങിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവർ പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. ഇന്നലെയായിരുന്നു സന്ദർശനം. ചാണ്ടി ഉമ്മൻ MLA, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ തുടങ്ങിയവർ ചേർന്ന് പുതിയ KPCC ഭാരവാഹികളെ സ്വീകരിച്ചു. തുടർന്ന് നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ തന്നെ ബഹുമാനായ ലീഡർ ശ്രീ K കരുണാകരൻ്റെ തൃശ്ശൂരിലെ സ്മൃതി മണ്ഡപത്തിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലും വന്ന് ഞങ്ങൾ അനുഗ്രഹം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ്നമിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം തേടിയാണ് കല്ലറയിൽ വന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പ്രവർത്തനത്തിന് കരുത്തു പകരും. നന്മയുടെ പാതയിൽ ജനസേവനം നടത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോകത്തിന് ഏറ്റവും അധികം മിഷണറിമാരെ നൽകിയത് പാലാ രൂപതയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രവിത്താനത്ത് നടന്ന മിഷണറി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ജനങ്ങൾക്കിടയിൽ വളർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പാലാ രൂപത ജൂബിലിയോട് അനുബന്ധിച്ച് പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി മൈതാനത്ത് നടത്തിയ മിഷണറി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന് ഭാരതത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മിഷണറിമാരെ നൽകിയത് പാലായാണ്. വിദ്യാഭ്യാസം, ആതുരസേവനം തുടങ്ങിയ മേഖലകളിലൊക്കെ പാലായുടെ പേര് പ്രചരിപ്പിച്ചത് ഇവിടുത്തെ മിഷണറിമാരാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ, ആതുര സേവന രംഗത്ത് നൽകിയ സംഭാവനകൾ, അഗതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ ഭാരതത്തിലെ ആദ്യത്തെ മാതൃകകളായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു നിന്ന ഭാരതത്തിലെ ഗ്രാമങ്ങളിലെ ആ ജനങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ്.
സഭയിൽ ഏറ്റവും അധികം മിഷണറിമാരെ സംഭാവന ചെയ്തിട്ടുള്ള മിഷണറിമാരുടെ വിളനിലമാണ് പാലാ രൂപത എന്ന് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച CBSCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് പറഞ്ഞു. 39 ബിഷപ്പുമാരെയും 10,000-ലധികം മിഷണറിമാരെയും സഭയ്ക്ക് സംഭാവന ചെയ്ത പാലാ രൂപത മിഷൻ ഹോം ആണെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ, MP-മാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി, മാർ തോമസ് മേനാപ്പറമ്പിൽ, മാർ ജോസഫ് ചരണക്കുന്നേൽ, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പാലായിൽ കായികമേള നടന്നു. 100-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പാലായിൽ കുടുംബശ്രീ അംഗങ്ങളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലിസ എന്ന പേരിൽ കുടുംബശ്രീ ജില്ലാതല കായികമേള നടന്നു. മുനിസിപ്പൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ CMD അഭിലാഷ് കെ ദിവാകർ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ, നഗരസഭാ CDS ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ, കുടുംബശ്രീ മിഷൻ ADMC പ്രകാശ് P നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓലമെടയിൽ, ചൂലു നിർമ്മാണം തുടങ്ങിയ നാടൻ കലായിനങ്ങൾ ഉൾപ്പെടെ 32 ഇനങ്ങളിലായി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 100-ലധികം കായിക താരങ്ങൾ കായികമേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയാണ് യഥാർത്ഥ വികസനമെന്ന് മന്ത്രി VN വാസവൻ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ സർക്കാരിന്റെ പുരസ്കാരം നേടിയ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന് അനുമോദനം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഈ വർഷം മുതൽ. ഫാം മെഷീനറി GST അസിസ്റ്റന്റ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സ്കിൽ സർട്ടിഫിക്കറ്റ്. വേടൻ വിഷയത്തിൽ സർക്കാർ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പമെന്ന് RYF കോട്ടയത്ത് ജില്ലാ കൺവെൻഷൻ. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ ഇനിയും പലതും പഠിക്കാനുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി. പാലായിൽ കുട്ടികൾക്കായി ക്യാമ്പും ശില്പശാലയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.